നമസ്കാരം. DNA ആരംഭിക്കുകയാണ്. രാഹുൽ ഗാന്ധി അക്ഷരാർത്ഥത്തിൽ ബീഹാറിനെ ഉഴുതുമറിച്ചിരിക്കുന്നു. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത ഏറ്റവും സുപ്രധാനമായ രാഷ്ട്രീയ ദൗത്യമാണ് വോട്ട് അധികാർ യാത്ര. ബീഹാറിലാണെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയുമാണ്. കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള ഭൂമികയായി ബീഹാർ മാറുമോ? പുതിയ രാഷ്ട്രീയ സഖ്യത്തിന്റെ ഉദയം ബീഹാർ കാണുമോ? ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ ചരിത്രപരമായി നിരവധി കാരണങ്ങളുണ്ട്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ട്വിസ്റ്റുകളുടെ ഒരു നാടായിരുന്നു എല്ലാ കാലത്തും ബീഹാർ. ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഒരു കൺസർവേറ്റീവ് യാഥാസ്ഥിതിക ജനാധിപത്യമായിരുന്നുവെന്നാണ് ക്രിസ്റ്റഫ് ജെഫ്ലോട്ടിനെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ചരിത്രകാരന്മാർ പറയുന്നത്. അതിനുള്ള കാരണം നമ്മൾ ജനാധിപത്യത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ അധികാര സ്ഥാനത്തേക്ക് പ്രാദേശിക തലം മുതൽ മുകളിലെ തലം വരെ വന്നിരുന്നത് അതുവരെ അധികാര സ്ഥാനത്തുണ്ടായിരുന്ന ജമീന്ദർമാർ അല്ലെങ്കിൽ ഫ്യൂഡൽ ഭൂപ്രഭു വർഗത്തിൽപ്പെട്ട ആളുകൾ, സവർണരായിട്ടുള്ള ആളുകളായിരുന്നു. അതൊരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ മാറ്റം. അതിനുശേഷം 80കളിലും 90കളിലും ഒക്കെയാണ് ഇന്ത്യൻ ജനാധിപത്യം യഥാർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യവൽക്കരണത്തിന്, പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയുള്ള ജനാധിപത്യവൽക്കരണത്തിന് വിധേയമാവുന്നത്. അപ്പോഴാണ് ഇന്ത്യൻ ഡെമോക്രസി ഒരു ഡെമോക്രാറ്റൈസേഷന് വിധേയമായതെന്നാണ് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ മുന്നേ ഈ ജനാധിപത്യവൽക്കരണം സാധ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ബീഹാർ. ഹിന്ദി ഹൃദയഭൂമിയിൽ ആദ്യമായ ഒരു OBC മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ ഉണ്ടായത് ബീഹാറിലാണ്. 1967 തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ വലിയ തിരിച്ചടികളിൽ ഒന്ന് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റുവാങ്ങുന്നത്. ആ 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര സർക്കാർ വന്നു. ആ സംയുക്ത വിധായക ദൾ സർക്കാർ ഉണ്ടായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശിനെ പോലെ തന്നെ ബീഹാർ. ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ ചരിത്രം ബീഹാറിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്ക് ബീഹാറിൻ്റെ മണ്ണ് വേദിയായിട്ടുണ്ട്. അത് ഒന്നുകൂടി ആവർത്തിക്കപ്പെടുമോ എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ തന്നെ ചരിത്രമെടുത്താൽ കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ പതനത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും വേദി ബീഹാർ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. 1977 ആദ്യമായി കോൺഗ്രസിന് രാജ്യഭരണം നഷ്ടമാവുന്നു. ഇന്ദിരാഗാന്ധി വലിയ പതനത്തിലേക്ക് വീഴുന്നു. ആ ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവിന് തുടക്കം കുറിച്ചത് ബീഹാറിൽ നിന്നാണ്. 1977 ജൂലൈ മാസത്തിൽ ഇന്ദിരാഗാന്ധി ബീഹാറിൽ ബെൽച്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ബെൽച്ചിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, ബെൽച്ചിയിൽ ദളിത് സമുദായക്കാരായ മനുഷ്യരെ മേൽജാതിക്കാർ അതിക്രൂരമായി ആക്രമിച്ചു. കൂട്ടക്കൊല അവിടെ ഉണ്ടായി. അവിടേക്ക് കോരിച്ചൊരിയുന്ന മഴയത്ത് ജൂലൈ മാസത്തിൽ 1977 ഇന്ദിരാഗാന്ധി എത്തുകയാണ്. വളരെ പ്രയാസകരമായ ഒരു യാത്രയായിരുന്നു. കാരണം കോരിച്ചൊഴിയുന്ന മഴ, പ്രളയം. ഒരു വേള യാത്ര അസാധ്യമായി, വാഹനത്തിലൂടെയുള്ള യാത്ര അസാധ്യമായപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു ആനപ്പുറത്തേറി ബെൽച്ചിയിലേക്ക് നീങ്ങി. ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവിൻ്റെ ആദ്യത്തെ അടയാളമായി ആ ചിത്രം ആഘോഷിക്കപ്പെട്ടു. ഇന്ദിര ഈസ് ബാക്ക് എന്ന് ഇന്ത്യയെ തോന്നിച്ചത് ബെൽച്ചിയിലേക്കുള്ള ഇന്ദിരാഗാന്ധിയുടെ വരവാണ്. അവിടെ ഇന്ദിരാഗാന്ധി ബെൽച്ചിയിലെ ആ ഗ്രാമത്തിലെത്തിയ ആ ഗ്രാമീണരോട് സംസാരിച്ചു. അവര് ഞങ്ങൾക്ക് ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാനില്ലേ എന്നാണ് ഇന്ദിരാഗാന്ധി തിരികെ ചോദിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ പതനത്തിന് ശേഷമുള്ള തിരിച്ചുവരവിൻ്റെ ആദ്യത്തെ രംഗം കുറിക്കപ്പെട്ടത് ബെൽച്ചിയിലാണ്. അതിന് സമാനമായ ഒരു തിരിച്ചുവരവിൻ്റെ രംഗം ബീഹാറിൽ കോൺഗ്രസ് കുറിക്കുമോ എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് രാഷ്ട്രീയത്തെ നോക്കുമ്പോൾ ഉള്ള ഒരു ആകാംക്ഷ. ബെൽച്ചി ഇത്തരത്തിലൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി മാത്രമായിരുന്നില്ല. അതിനുശേഷമാണ് ഏറ്റവും ക്രൂഷ്യലായ മറ്റൊരു കാര്യം കൂടി ഉണ്ടാവുന്നത്. അത് ഒരുപക്ഷെ അധികമാർക്കും അറിയില്ലായിരിക്കും. ബെൽച്ചി സന്ദർശിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധി പാറ്റ്നയിലേക്ക് തിരികെ എത്തി. പാറ്റ്നയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച ഇന്ദിരാഗാന്ധിക്കുണ്ടായിരുന്നു. മറ്റാരെയുമല്ല, ജയപ്രകാശ് നാരായണനെയാണ് ഇന്ദിരാഗാന്ധി കണ്ടത്. ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ദിരയുടെ 1977 പതനം ഉറപ്പാക്കിയത് ജയപ്രകാശ് നാരായണന്റെ മൂവ്മെൻ്റാണ്. അദ്ദേഹമാണ് ജനതാ പാർട്ടിയുടെ ആർക്കിടെക്റ്റ് തന്നെ. തൻ്റെ വീഴ്ചയ്ക്ക് കാരണമായ ആളെ നേരിട്ട് കാണാൻ ഇന്ദിരാഗാന്ധി ബെൽച്ചിയിൽ നിന്ന് നേരെ പാറ്റ്നയിലെത്തുകയാണ്.
ആ സന്ദർശനത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ പറയുന്നതിന് മുൻപ് ആരായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ജയപ്രകാശ് നാരായൺ എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 1930-കളിൽ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തിയതിനു ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരികെ വരുന്നു. അക്കാലത്ത് അദ്ദേഹം ഒരു മാർക്സിസ്റ്റാണ്. അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് ദേശീയ പ്രസ്ഥാനത്തിന് ഭാഗമാവുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിർബന്ധത്തിലാണ്. അലഹാബാദിൽ നെഹ്റുവിൻ്റെ കുടുംബ വീട്ടിൽ തന്നെയാണ് JPയും ഭാര്യ പ്രഭാവതിയും താമസിച്ചിരുന്നത്. JP പിന്നീട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനാണ് ജവഹർലാൽ എന്ന്. അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമായിരുന്നു. JP പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും പിന്നീട് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും ഒക്കെ മാറിപ്പോയപ്പോഴും മഹാത്മാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവിനും സവിശേഷമായ ഒരു സ്നേഹം ജയപ്രകാശ് നാരായണനോട് ഉണ്ടായിരുന്നു. ഗാന്ധി തൻ്റെ ആദർശങ്ങളുടെ ആശയങ്ങളുടെ പിന്തുടർച്ചക്കാരനായി JPയെ കണ്ടപ്പോൾ ജവഹർലാൽ നെഹ്റു തൻ്റെ പിൻഗാമിയായി JPയെ കണ്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. 1953-ൽ ജവഹർലാൽ നെഹ്റു ജയപ്രകാശ് നാരായണനോട് തൻ്റെ മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രിയായി ചേരണം എന്നാവശ്യപ്പെടുന്നുണ്ട്. ഒരു നിമിഷം പോലും മടിക്കാതെ പറ്റില്ല എന്ന മറുപടിയാണ് JP നെഹ്റുവിന് കൊടുക്കുന്നത്. ഉപപ്രധാനമന്ത്രി സ്ഥാനം അദ്ദേഹം നിരസിച്ചു. നെഹ്റു ഒരു പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷം ജയപ്രകാശ് നാരായണന് മുമ്പിൽ വെക്കുകയാണ്. അദ്ദേഹം പറയുന്നു, കോൺഗ്രസിൽ വലതുപക്ഷ ഹിന്ദുത്വവാദം പിടിമുറുക്കുകയാണ്. എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. സോഷ്യലിസ്റ്റുകൾ, കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയ സോഷ്യലിസ്റ്റുകൾ തിരികെ വരണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നു നെഹ്റു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയെ PSPയെ കോൺഗ്രസിൽ ലയിപ്പിക്കണം എന്നാണ് JPക്ക് മുൻപാകെ നെഹ്റു വയ്ക്കുന്ന ആവശ്യം. ഉപപ്രധാനമന്ത്രി ആവാനില്ല എന്ന് JP പറഞ്ഞെങ്കിലും PSPയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. സുചിന്തിതമായ ആലോചനകൾക്ക് വിധേയമായി. അന്ന് അശോക് മേത്തെ പോലെയുള്ള ആളുകൾ ഈ ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിച്ചെങ്കിലും രാം മനോഹർ ലോഹിയ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. ഒരു കാരണവശാലും PSP കോൺഗ്രസ് ലയനം ഉണ്ടാവാൻ പാടില്ല എന്ന ലോഹിയുടെ നിലപാടാണ് ഒടുവിൽ വിജയിക്കുന്നത്. ആ യോഗത്തിൽ ജയപ്രകാശ് നാരായണന്റെ അധികാര മോഹമാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പിന്നിൽ എന്ന് പോലും വിമർശനമുണ്ടായി. വ്രണിത ഹൃദയനായ ജയപ്രകാശ് നാരായണൻ ആ യോഗത്തിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു എന്ന് മാത്രമല്ല, അതോടുകൂടി അധികാര രാഷ്ട്രീയം ജയപ്രകാശ് നാരായണൻ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. അദ്ദേഹം പുതിയ ഒരു പന്ഥാവിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നീട് അദ്ദേഹം വിനോബ ഭാവെയുടെ ഭൂദാന പ്രസ്ഥാനം തുടങ്ങിയ ആ മൂവ്മെന്റുകളുടെയൊക്കെ ഭാഗമാവുകയും മുഖ്യധാര അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയുമാണ് ചെയ്തത്. അതേസമയം തന്നെ അദ്ദേഹം ഈ ചമ്പൽ കൊള്ളക്കാരുടെ ആയുധം താഴെ വെക്കലിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. നാഗാ പ്രശ്നത്തിൽ സമവായം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യതിരിക്തമായ ഒരു വഴി സ്വീകരിച്ച ജയപ്രകാശ് നാരായൺ ഇന്ത്യയുടെ രാഷ്ട്രീയ നഭസിലേക്ക് വീണ്ടും അതിശക്തമായി ഉദിച്ചുയർന്നത് 1970-കളിലാണ്. 1971-ൽ ഇന്ദിരാഗാന്ധി 3-2 ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുന്നു. അതിനുശേഷം അധികാര ദുഷ്പ്രവണതകൾ വളരുന്നു. ഗുജറാത്തിലും ബീഹാറിലുമൊക്കെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ഈ കാലത്ത് ബീഹാറിൽ നിന്ന് ഇപ്പോ രാഹുൽ ഗാന്ധി ഇളക്കിമറിച്ച ഇതേ ബീഹാറിൽ നിന്ന് ഒരു പുതിയ മൂവ്മെന്റ് ഉണ്ടാവുകയാണ്. ആ മൂവ്മെന്റിന്റെ ആശയവും അഭിലാഷവുമായി ജയപ്രകാശ് നാരായൺ മാറുന്ന കാഴ്ചയാണ് കുറച്ചു ദിവസങ്ങൾക്കകം കണ്ടത്. യുവാക്കൾ JPയിൽ ആകൃഷ്ടരായി. ഇതാ വിപ്ലവം നിങ്ങളുടെ പടിവാതിൽക്കൽ വന്നു എന്ന് പ്രചരണമുണ്ടായി. ഇതാണ് സമ്പൂർണ്ണ ക്രാന്തി, പൂർണ്ണ വിപ്ലവം ഇതാണ് എന്ന് ജയപ്രകാശ് നാരായൺ പ്രഖ്യാപിച്ചു. ആവേശഭരിതരായ വലിയ ആൾക്കൂട്ടമുണ്ടായി. അന്നത്തെ വിദ്യാർത്ഥി നേതാക്കളാണ് ഇന്നത്തെ നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും ഒക്കെ. ആ ബീഹാറിൽ നിന്ന് കൊളുത്തിയ അഗ്നിയാണ് ഇന്ത്യ ആകെ വ്യാപിച്ചത്. ആ അഗ്നിയിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി ഒരു ഭീഷണി മണത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് കളമൊരുക്കുന്നതും ജനതാ പാർട്ടിയുടെ രൂപീകരണം പിന്നീട് ഉണ്ടാവുന്നതും ഒക്കെ ജയപ്രകാശ് നാരായണന്റെ മുൻകൈയിലാണ്. അടിയന്തരാവസ്ഥ കാലത്ത് JPയെ ജയിലിലടച്ചു. 5 മാസം അദ്ദേഹം ചണ്ഡീഗഡിൽ ജയിലിലായിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അങ്ങേയറ്റം വഷളായി. ഇന്ദിരാഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ സഹോദരൻ കത്തയച്ചു, ഇനി 2-3 മാസം കൂടിയേ ഉണ്ടാവൂ ജയപ്രകാശ് നാരായൺ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്ന് കത്തയച്ചു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് പരോൾ കൊടുക്കുകയും അദ്ദേഹത്തെ പുറത്തിറക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വൃക്ക വഷളായി. ഒരു വേള എന്നെ ജയിലിൽ വെച്ച് വിഷം നൽകി അപായപ്പെടുത്താൻ ശ്രമിച്ചതാണ് എന്ന് പോലും JP സംശയിച്ചിരുന്നു. അതിനുശേഷം അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷത്തെ ചേർത്ത് നിർത്തുക എന്ന സുപ്രധാനമായ ദൗത്യം ജയപ്രകാശ് നാരായൺ ഏറ്റെടുക്കുകയായിരുന്നു. അന്ന് ജനസംഘത്തെ സഹകരിപ്പിക്കുന്നതിലൊക്കെ ഇടതുപക്ഷ പാർട്ടികൾക്കൊക്കെ വലിയ എതിർപ്പുണ്ടായിരുന്നു. അന്ന് ജനസംഘം വേണമെന്ന നിലപാടായിരുന്നു JPക്ക് എന്ന് മാത്രമല്ല, ജനസംഘം ഫാസിസ്റ്റ് ആണെങ്കിൽ ഞാനും ഫാസിസ്റ്റ് ആണ് എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു അദ്ദേഹം. അങ്ങനെ ഇന്ദിരാവിരുദ്ധ പോരാട്ടം 1977-ൽ നയിച്ച് രാജ്യത്തെ സമരസജ്ജമാക്കി
ഇന്ദിരയുടെ പതനം ഉറപ്പാക്കിയ ആളാണ് ജയപ്രകാശ് നാരായണൻ. ആ ജയപ്രകാശ് നാരായണനെ കാണാനാണ് പതനത്തിന് 5 മാസങ്ങൾക്ക് ശേഷം ഇന്ദിരാഗാന്ധി ബീഹാറിൽ പാറ്റ്നയിൽ എത്തിയത്. നമ്മൾ രാഷ്ട്രീയമായി ജയപ്രകാശ് നാരായണൻ്റെ ഈ ചരിത്രം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ജവഹർലാൽ നെഹ്റുവിനോടുണ്ടായിരുന്നത് സഹോദര സമാനമായ ബന്ധമായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകളോട് ഇന്ദിരാഗാന്ധിയോട് വലിയ വാത്സല്യവുമുണ്ടായിരുന്നു. രാഷ്ട്രീയമായി ഇന്ദിരയുടെ പതനത്തിനു വേണ്ടി അത്രമേൽ അധ്വാനിക്കുമ്പോഴും വ്യക്തിപരമായി ഇന്ദു എന്നാണ് ഇന്ദിരാഗാന്ധിയെ ജയപ്രകാശ് നാരായൺ വിശേഷിപ്പിച്ചിരുന്നത്. ആ വ്യക്തിബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയായ നിഴൽ പോലെ JP-യുടെ കൂടെ ഉണ്ടായിരുന്ന കുമാർ പ്രശാന്ത് അക്കാലത്തെ മുഴുവൻ കാര്യങ്ങളും മുതിർന്ന മാധ്യമ പ്രവർത്തക നീരജ ചൗധരിയോട് വിശദീകരിച്ചിട്ടുണ്ട്. അവർ അത് വിശദമായി പുസ്തകത്തിൽ ആക്കിയിട്ടുമുണ്ട്. ഒരിക്കലും ജയപ്രകാശ് നാരായണന് രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിപരമായിരുന്നില്ല, വ്യക്തിനിഷ്ഠമായിരുന്നില്ല. എൻ്റെ പോരാട്ടം രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമാണ്, അതൊരിക്കലും വ്യക്തിപരമായ വൈരനിര്യാതനത്തിനുള്ളതല്ല എന്ന ഉറച്ച ബോധ്യമുണ്ടായിരുന്ന ആളാണ് ജയപ്രകാശ് നാരായണൻ. ഈ പ്രക്ഷോഭം കത്തിക്കാളി നിൽക്കുന്ന സമയത്ത് JP-യുടെ വീട് വൃത്തിയാക്കുന്നതിനിടെ കുമാർ പ്രശാന്തിന് ഒരു കത്തുകൾ അടങ്ങിയ ബാഗ് കിട്ടുകയാണ്. ആ കത്ത് ഇന്ദിരാഗാന്ധിയുടെ അമ്മ കമല JP-യുടെ ഭാര്യ പ്രഭാവതിക്ക് അയച്ചതാണ്. രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളെ. അപ്പോൾ ഈ കത്തുകളിൽ കമല നെഹ്റു കുടുംബത്തിലെ ചില അനഭിലഷണീയ പ്രവണതകളെക്കുറിച്ചാണ് എഴുതിയിരുന്നത്. തനിക്ക് നാത്തൂൻ പോര് നേരിടേണ്ടി വന്നിരുന്നു, വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ മനോഭാവം അവരെപ്പോഴും മുകളിലാണ് എന്നുള്ളതായിരുന്നു തുടങ്ങിയ വാചകങ്ങൾ തൊട്ട് പ്രഭാവതിയുടെ ഒരു കത്തിൽ കമല നെഹ്റു പറയുന്നത്, JP പ്രഭയെ കാണുന്നത് പോലെ തുല്യമായി നെഹ്റു എന്നെ പരിഗണിക്കുന്നില്ല, ജവഹർലാൽ എന്നെ പരിഗണിക്കുന്നില്ല എന്ന വിഷമം പോലും ഈ കത്തുകളിൽ കമല നെഹ്റു ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ കത്തുകളുടെ ഒരു ശേഖരം കിട്ടി. കുമാർ പ്രശാന്ത് അടക്കമുള്ള ആളുകൾ ഇത് വായിച്ചു നോക്കി. ഇത് JP-യെ കാണിച്ചു. ഉടനെ JP ചെയ്തത്, ഇത് ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല, ഇത് ഇന്ദുവിനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഇത് മ്യൂസിയത്തിന് കൈമാറാം, അല്ലെങ്കിൽ നമ്മളിതിൽ കോപ്പി എടുത്ത് വയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുയായികൾ പറയുന്നുണ്ട്. പക്ഷേ JP അത് ചെവിക്കൊള്ളുന്നില്ല. അതായത് രാഷ്ട്രീയമായി ശത്രുപക്ഷത്ത് നിൽക്കുമ്പോഴും ഇന്ദിരയുടെ പതനത്തിനു വേണ്ടി ഈ ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്ന കർശനമായ നിലപാട് JP-ക്കുള്ളപ്പോഴും ഒരിക്കലും വ്യക്തിനിഷ്ഠമായ ഒരു ആക്രമണത്തിന് നെഹ്റു കുടുംബം വിധേയമാകരുത് എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ കത്തുകൾ ഉപയോഗിച്ച് നെഹ്റു കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനോ ഇന്ദിരാഗാന്ധിയെ അപമാനിക്കാനോ ഒന്നും ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, വ്യക്തിപരമായി തന്നെ ഈ മുഴുവൻ കത്തുകളും കൊണ്ട് അദ്ദേഹം സഫ്ദർജംഗ് റോഡിലെ ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ ചെന്ന് നേരിട്ട് ഇന്ദിരാഗാന്ധിക്ക് ഈ കത്ത് ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. രാഷ്ട്രീയം ഒരിക്കലും വ്യക്തിപരമായ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പ്രയോഗിക്കേണ്ടതല്ല. രാഷ്ട്രീയമായി മുന്നോട്ട് വയ്ക്കേണ്ടതാണെന്ന ഉറച്ച ബോധ്യത്തിലാണ് അന്ന് ജയപ്രകാശ് നാരായൺ അത് ചെയ്തത്. അതിനുശേഷം അടിയന്തരാവസ്ഥയ്ക്കും ശേഷം തെരഞ്ഞെടുപ്പുണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ പരാജയം ഉറപ്പാക്കുന്നതിലും മറുവശത്തൊരു മുന്നണി ഉണ്ടാക്കുന്നതിലും JP വിജയിച്ചു. മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവട്ടെ എന്ന സജഷനും നിശ്ചയമായും ജയപ്രകാശ് നാരായണൻ്റേതായിരുന്നു. ആ വലിയ വിജയത്തിൽ രാജ്യമെമ്പാടുമുള്ള അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ട പ്രവർത്തകർ ആവേശത്തിലായിരുന്നു. വിജയമുണ്ടായ ആ ദിവസം വിക്ടറി റാലിക്ക് വേണ്ടി മധു ലിമായെ നേരെ ചെന്ന് JP-യെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം ആ വിജയാഹ്ലാദ പ്രകടനത്തിന് പോയില്ല എന്ന് മാത്രമല്ല, ആ ദിവസം അദ്ദേഹം പരാജയത്തിൻ്റെ കയ്പുനീര് കുടിച്ച ഇന്ദിരാഗാന്ധിയെ സന്ദർശിക്കുകയാണുണ്ടായത്. ഇന്ദിരാഗാന്ധിയെ സന്ദർശിച്ചിട്ട് അദ്ദേഹം ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞത്, ഇന്ദു, മത്സരത്തിൽ വിജയവും തോൽവിയും ഉണ്ടാകും, അതൊരു സാധാരണ കാര്യമാണ്. വിജയത്തെ പോലെ തന്നെ നമ്മൾ തോൽവിയെയും സമചിത്തതയോടെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞ ആളാണ്. അതായത് വിജയാഹ്ലാദ റാലിക്ക് പോവാതെ പരാജയപ്പെട്ട് നിന്ന ഇന്ദിരാഗാന്ധിയെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു അന്ന് 1977 ജയപ്രകാശ് നാരായൺ ചെയ്തത്. അതാണ് ചരിത്രം. അപ്പോൾ ബെൽച്ചി സന്ദർശിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധി ഈ ജയപ്രകാശ് നാരായണനെ കാണാൻ അങ്ങോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ 50 മിനിറ്റ് നേരം ഇന്ദിരാഗാന്ധിയും ജയപ്രകാശ് നാരായണനും കൂടിക്കാഴ്ച നടത്തി. അതിനു മുമ്പ്, ഇന്ദിര എത്തുന്നതിന് മുൻപ് സഞ്ജയുടെ ഭാര്യയായ മേനക JP-യെ സന്ദർശിച്ചിരുന്നു. ഒരു പരാതി പറയാനാണ് പോയത്. അവരുടെ പരാതി, ഗാന്ധി കുടുംബത്തിലെ ആളുകളുടെ ഫോണുകൾ പുതിയ സർക്കാർ ചോർത്തുന്നു, ഞങ്ങളൊരു സർവൈലൻസിലാണ്, ഉടനെ അതിൻ്റെ കാര്യം JP അന്വേഷിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സോഷ്യലിസ്റ്റ് നേതാക്കൾ അടക്കമുള്ള ആളുകൾ കൊടുത്ത മറുപടി, അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ ഫോണുകളും ഇതുപോലെ ഇന്ദിരാഗാന്ധി ടാപ്പ് ചെയ്തിരുന്നല്ലോ എന്നുള്ളതാണ്. അപ്പോൾ JP അങ്ങോട്ട് പറയുന്നത്,
അതന്നല്ലേ, ഇപ്പോൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടല്ലോ, ഇനി അത് ചെയ്തുകൂടാ എന്നാണ്. അക്കാര്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഷ്ഠ. ജനാധിപത്യത്തിൽ അത്രമേൽ നിഷ്ഠയുണ്ടായിരുന്ന നേതാവാണ്. അപ്പോൾ അത് കഴിഞ്ഞു 50 മിനിറ്റ് കൂടിക്കാഴ്ച, വ്യക്തിപരമായ കൂടിക്കാഴ്ച ആണ് എന്ന് പത്രലേഖകരോട് പറഞ്ഞതിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി മടങ്ങുന്നത്, ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് വളരെ വിശദമായ പ്രസ്താവനകളൊന്നും JPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം, ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് 2 വർഷത്തിന് ഉള്ളിൽ അദ്ദേഹം അന്തരിച്ചു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു വാചകമോ ഒരു വരിയോ പോലും ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് വിമർശനാത്മകമായി പറഞ്ഞിട്ടേയില്ല. കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട്, എൻ്റെ പോരാട്ടം വ്യക്തിപരമല്ല, ഏകാധിപത്യത്തിലുള്ള മറുപടി ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ മറുപടി കൊടുക്കാനുള്ള ഒരു പ്രേരകമായിരുന്നു ഞാൻ, അതോടുകൂടി എൻ്റെ ദൗത്യം അവസാനിച്ചു, അതുകൊണ്ട് ഇനി ഞാൻ ഇതിനപ്പുറമൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടിലായിരുന്നു അദ്ദേഹം. ചിക്മംഗ്ലൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി മത്സരിച്ചപ്പോൾ ഇന്ദിരയെ പരാജയപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസ്താവന പുറപ്പെടുവിക്കണമെന്ന് സഹപ്രവർത്തകർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് ചെയ്തില്ല. ജോർജ് ഫെർണാണ്ടസ് നേരിട്ട് വന്ന് ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. ജയപ്രകാശ് നാരായണൻ അത് നിരസിക്കുകയാണ് ചെയ്തത്. 77 ഇന്ദിരയുടെ പരാജയം ഉറപ്പാക്കിയതിന് ശേഷം പിന്നെ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ഇനി ഞാൻ ആ കാര്യത്തിനില്ല, ഏകാധിപത്യത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ഇനി നിങ്ങൾ ബാക്കിയുള്ള ആളുകൾ നിങ്ങളുടെ ജോലി ചെയ്യുക എന്ന നിലപാടിലേക്ക് ജയപ്രകാശ് നാരായണൻ മടങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ അന്ന് ബീഹാറിലെത്തിയ ഇന്ദിരാഗാന്ധി ബെൽച്ചിയിൽ സന്ദർശനം നടത്തി പോരാട്ടത്തിൻ്റെ കനലുകൾ തന്നിൽ അവസാനിച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ എതിരാളിയായി അപ്പോഴും നിൽക്കുന്ന ജയപ്രകാശ് നാരായണനെ ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് മടങ്ങുന്നത്. പിന്നീട് 1980 ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവ് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ ഈ ചരിത്രം അവിടെ പ്രോജ്വലമായി നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കാലം ഒരുപാട് മുന്നോട്ട് പോയി, ഇന്ത്യ പുതിയ വഴിയിൽ എത്തി. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇന്ദിരയുടെ പതനത്തെ ബീഹാറിൽ നിന്ന് തന്നെ അതിജീവിച്ചു തുടങ്ങിയതുപോലെ രാഹുലിന് കോൺഗ്രസിൻ്റെ പതനത്തെ ബീഹാറിൽ നിന്ന് തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെല്ലാം ഉറ്റുനോക്കുന്നത്. ആ കാലത്ത് ജയപ്രകാശ് നാരായണൻ്റെ ശിഷ്യനായിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ മകനായിട്ടുള്ള തേജസ്വി യാദവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കോമ്രേഡായി ഈ അധികാർ യാത്രയിൽ അല്ലെങ്കിൽ ബീഹാറിലെ പോരാട്ടത്തിന് കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനും ലാലു പ്രസാദ് യാദവിൻ്റെ JPയുടെ ലെഗസി പേറുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ മകനും ഒരുമിച്ച് കൈകോർത്ത് ബീഹാറിൻ്റെ തെരുവീഥികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, വോട്ടധികാർ യാത്രയിലൂടെ ബീഹാറിനെ ഉഴുതുമറിക്കുമ്പോൾ അത് 1970കളുടെ ഒടുക്കമെന്നോണം ഒരു ട്വിസ്റ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സമ്മാനിക്കുമോ? അതറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കണം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭൂമിക ഒബിസിയായ കർപ്പൂരി താക്കൂറിനെ മുതൽ മഹാദളിതനായ ജിതൻ റാം മാഞ്ചിയെ വരെ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ള രാഷ്ട്രീയ ഭൂമികയാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, അതിനുശേഷമുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പരിവർത്തനങ്ങൾ ഒക്കെ മാറ്റിമറിച്ച രാഷ്ട്രീയ ഭൂമികയാണ് ബീഹാറിൻ്റേത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എപ്പോഴും ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്താൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഇന്ത്യയുടെ പ്രതിനിധാനം എന്നുള്ള നിലയിൽ ബീഹാർ. ആ ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഈ തേരോട്ടം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ട്വിസ്റ്റ് ആകുമോ? കാത്തിരിക്കണം നമ്മൾ.